അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ADGP MR അജിത് കുമാറിന് തിരിച്ചടി. വിജിലൻസ് നൽകിയ ക്ലീൻ ചിറ്റ് റിപ്പോർട്ട് തിരുവനന്തപുരം വിജിലൻസ് കോടതി തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. കോടതി നേരിട്ട് പരാതി അന്വേഷിക്കും. കൂടുതൽ വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേരുകയാണ്. ഡാൻ, തിരുവനന്തപുരം കവടിയാറിൽ ഭൂമി വാങ്ങി വീട് വെച്ചു, അത് വലിയ തുകയാണ് ചെലവാക്കിയത്, അഴിമതി പണമാണ് ഉപയോഗിച്ചത്, ഇതായിരുന്നു പ്രധാന പരാതി. പക്ഷേ ഈ പരാതിയിൽ കഴമ്പില്ല എന്നായിരുന്നുവല്ലോ വിജിലൻസിന്റെ റിപ്പോർട്ട്. ഇപ്പോൾ കോടതി എന്താണ് കണ്ടെത്തിയിരിക്കുന്നത്? പരാതിക്കാരിൽ നിന്ന് നേരിട്ട് മൊഴിയെടുക്കുമോ കോടതി? എന്താണ് വിശദാംശങ്ങൾ? അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ADGP MR അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ട് വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട് ചോദ്യം ചെയ്തുകൊണ്ട് നെയ്യാറ്റിൻകര സ്വദേശിയായ നാഗരാജ് സമർപ്പിച്ച ഹർജി പരിഗണിക്കവെയാണ് ക്ലീൻ ചിറ്റ് നൽകിയ വിജിലൻസിന്റെ റിപ്പോർട്ട് കോടതി തള്ളിയിരിക്കുന്നത്. കേസിൽ കോടതി നേരിട്ട് അന്വേഷണം നടത്താനുള്ള തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. MR അജിത് കുമാറിനെതിരെ പ്രധാനമായി ഉയർന്നു വന്നത് 2 ആരോപണങ്ങളായിരുന്നു. അതിൽ ആദ്യത്തേതായിരുന്നു കവടിയാറിൽ ആഡംബര വസതി നിർമ്മിക്കുന്നതിന് വേണ്ടി രാജകുടുംബാംഗത്തിന്റെ കയ്യിൽ നിന്ന് സ്ഥലം വാങ്ങിയത്, അതോടൊപ്പം 23 ലക്ഷം രൂപയുടെ ഫ്ളാറ്റ് വാങ്ങി അത് 65 ലക്ഷം രൂപയ്ക്ക് മറിച്ചു വിറ്റതിലൂടെ കള്ളപ്പണം വെളുപ്പിക്കാനുള്ള നീക്കം MR അജിത് കുമാർ നൽകിയെന്നും ഹർജിക്കാരൻ ഇതിൽ ആരോപണം ഉന്നയിക്കുന്നുണ്ടായിരുന്നു. ഇതടക്കമുള്ള വിഷയങ്ങളിൽ വിജിലൻസിൽ അന്വേഷണം നടത്തിയത് MR അജിത് കുമാറിന്റെ കീഴുദ്യോഗസ്ഥരാണ്. അവർ ഈ അദ്ദേഹത്തിന്റെ സ്വത്തുക്കൾ എവിടെയൊക്കെയാണ്, എന്തൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ച വിശദമായ അന്വേഷണം പോലും നടത്താതെയാണ് ഇങ്ങനെയൊരു റിപ്പോർട്ട് കോടതിയിൽ ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ട് സമർപ്പിച്ചത് എന്നാണ് ഹർജിക്കാരന്റെ വാദം. അത് മുഖവിലക്കെടുത്തുകൊണ്ടാണ് ഈ ക്ലീൻ ചിറ്റ് നൽകിയ റിപ്പോർട്ട് തള്ളിക്കൊണ്ട് ഇതിൽ നേരിട്ട് അന്വേഷണം നടത്താനുള്ള തീരുമാനത്തിലേക്ക് തിരുവനന്തപുരം വിജിലൻസ് കോടതി എത്തിയിരിക്കുന്നത്. ശരി, ഡാൻ കുര്യനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. ADGP MR അജിത് കുമാറിന് വലിയ തിരിച്ചടിയാണ് വിജിലൻസ് കോടതിയിൽ നിന്ന് ഇപ്പോൾ നേരിടേണ്ടി വന്നിരിക്കുന്നത്. എറണാകുളം കോതമംഗലത്തെ 23-കാരിയുടെ ആത്മഹത്യയിൽ പാനായിക്കുളം ബന്ധം അന്വേഷിക്കണമെന്ന് കത്തോലിക്ക സഭ. മതപരിവർത്തനം ഉൾപ്പെടെ വിവിധ വകുപ്പുകൾ ചേർക്കാത്ത പോലീസ് നടപടിയെയും സഭ വിമർശിക്കുകയാണ്. മതഭീകര സംഘടനകളുടെ ബന്ധം അന്വേഷിക്കണമെന്ന നിലപാടാണ് കത്തോലിക്ക സഭ സ്വീകരിച്ചിരിക്കുന്നത്. കോതമംഗലത്തെ പെൺകുട്ടിയുടെ ആത്മഹത്യക്ക് പിന്നാലെയാണ് നിലപാട് വ്യക്തമാക്കി കത്തോലിക്ക സഭ രംഗത്ത് വന്നത്. കേസിൽ പാനായിക്കുളം ബന്ധം അന്വേഷിക്കണം. തീവ്രവാദ സാന്നിധ്യമുള്ള സ്ഥലമെന്ന നിലയിൽ കേസ് NIAക്ക് വിടാൻ തയ്യാറാകണം. മതപരിവർത്തനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർക്കാത്ത നടപടി തെറ്റാണ്. കത്തോലിക്ക കോൺഗ്രസ് സഭാതലത്തില് ഈ ഒരു വിഷയം NIA ദേശീയ ഏജൻസി ഏറ്റെടുക്കണം എന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. വീട്ടുകാരുടെ ആവശ്യം അത് തന്നെയാണ്. അത് കുട്ടിയുടെ അമ്മയും ആവശ്യപ്പെട്ട കാര്യമാണ്. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള നിർബന്ധിത മതപരിവർത്തനം പോലെയുള്ള അല്ലെങ്കിൽ സമ്മർദ്ദം ചെലുത്തുക, ഒരുപക്ഷെ IPC 366 ഒക്കെ ചുമത്തേണ്ട വകുപ്പുകളുണ്ട്. ആ വകുപ്പ് ഇതുവരെ സർക്കാർ ചുമത്തിയിട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു വിഷയത്തിലെ ഞങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ബുദ്ധിമുട്ട്. അത് കൃത്യമായിട്ടുള്ള വകുപ്പുകൾ ചുമത്തി ഒരു വിഷയത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സംസ്ഥാന സർക്കാരും തയ്യാറാണ്. കോതമംഗലം ആത്മഹത്യ മറച്ചുപിടിക്കാൻ ബോധപൂർവം CPM ശ്രമം നടത്തുന്നതായി സഭയുടെ പബ്ലിക് അഫയേഴ്സ് കമ്മിറ്റി സെക്രട്ടറി കുറ്റപ്പെടുത്തുന്നു. ഇതാണ് തലശ്ശേരി ബിഷപ്പിനെതിരായ പ്രതികരണത്തിലൂടെ വ്യക്തമാകുന്നത്. പക്ഷേ ഏറ്റവും കൂടുതൽ ഫലപ്രദമായിട്ട് ഇടപെട്ടത് ശ്രീ രാജീവ് ചന്ദ്രശേഖറും ഷോൺ ജോർജും ഒക്കെയാണ്. കാരണം അവർക്കാണ് അധികാരപരമായിട്ട് കേന്ദ്ര സർക്കാരിൽ അധികാരമുള്ളത് കൊണ്ട് ഇതിൽ ഇടപെടാൻ സാധിക്കുന്നതും അവർക്കാണ്. അപ്പൊ അങ്ങനെ ഒരു ഇടപെടലുകളൊക്കെ വളരെ ശക്തമായിട്ടും ആത്മാർത്ഥമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടായപ്പോൾ തീർച്ചയായിട്ടും നന്ദി പറയേണ്ട ഒരു ചുമതല സഭയ്ക്കുണ്ട്. അതിന്റെ ഭാഗമായിട്ട് പാമ്പാടി പിതാവ് എല്ലാവർക്കും പൊതുവായിട്ട് ഒരു നന്ദി പറഞ്ഞു. തലശ്ശേരി ബിഷപ്പ് BJP നേതാക്കളുടെ പേരെടുത്ത് പറഞ്ഞത് അവരുടെ ഇടപെടൽ ഉണ്ടായതുകൊണ്ടാണ്. BJPക്ക് മാത്രമല്ല എല്ലാവർക്കും ബിഷപ്പ് നന്ദി പറഞ്ഞിട്ടുണ്ട്. കേക്കുമായി വീണ്ടും BJP നേതാക്കൾ എത്തുന്നതിനെ സഭ തള്ളിക്കളയുന്നില്ല. എല്ലാവരുമായി സഹകരിച്ചു പോകുന്ന രീതിയാണ് സഭയ്ക്കുള്ളതെന്നും അദ്ദേഹം വ്യക്തമാക്കി. G. ശ്രീജിത്ത്, News 18 കോട്ടയം. വിഭജന ഭീതി ദിനാചരണത്തിനുള്ള ചാൻസലർ രാജേന്ദ്ര അർലേക്കറുടെ ആഹ്വാനം തള്ളിക്കളഞ്ഞ് സംസ്ഥാനത്തെ ബഹുഭൂരിപക്ഷം കലാലയങ്ങളും സർവകലാശാലകളും. കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയിൽ ABVP ദിനാചരണം നടത്തി. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ ദിനാചരണത്തിനിടെ SFI MSF പ്രവർത്തകർ പ്രതിഷേധിച്ചത് സംഘർഷത്തിനും ഇടയാക്കി. പുലർച്ചെയായിരുന്നു കേന്ദ്ര സർവകലാശാല ക്യാമ്പസിൽ ABVPയുടെ ദിനാചരണം. കാസർഗോഡ് സർക്കാർ കോളേജിലെ ദിനാചരണത്തിനെതിരെ MSFും SFIയും പ്രതിഷേധിച്ചു. നേരിയ സംഘർഷത്തിനും ഇതിടയാക്കി. ABVPക്ക് സ്വാധീനമുള്ള തിരുവനന്തപുരം ധനുവച്ചപുരം കോളേജ് ക്യാമ്പസിന് പുറത്തായിരുന്നു
ദിനാചരണ പരിപാടി. ക്യാമ്പസിന്റെ പ്രതിഷേധം അറിയുക എന്നുള്ളതാണ് പറഞ്ഞത്. അത് സ്ഥിരമായിട്ടും ക്യാമ്പസ് ഈ യൂണിറ്റ് ഇവിടെ AVP യൂണിറ്റ് എല്ലാ പരിപാടികളും സംഘടിപ്പിക്കുന്നത് ക്യാമ്പസിന്റെ ഗേറ്റിന്റെ തൊട്ട് ഫ്രണ്ടിലാണ്. നിങ്ങൾ എല്ലാ സാഹചര്യത്തിലും എവിടെയും എല്ലായിടത്തും പോയിട്ട് സമരമരങ്ങൾ കാണുന്ന പോലെ ഇതാണ് BTMന്റെ സമര പോരാട്ട ഭൂമി എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഇവിടെ നിന്നാണ് സമരങ്ങൾ തുടങ്ങുന്നത്, ഇവിടെ തന്നെയാണ് നമ്മൾ സമരങ്ങൾ അവസാനിപ്പിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു സാധനം വരുന്ന സമയത്ത് മാനേജ്മെന്റ് വരെ നമ്മൾ ഇതിന്റെ കാര്യത്തിൽ ബന്ധപ്പെട്ടിട്ടോ കാര്യങ്ങളൊന്നുമില്ല. ബന്ധപ്പെട്ടാൽ മാത്രമേ നമുക്ക് അകത്ത് നടത്താൻ പറ്റുള്ളൂ. ബന്ധപ്പെട്ടാണെങ്കിൽ യൂണിറ്റ് നേതൃത്വം നൽകിക്കൊണ്ട് യൂണിറ്റാണ് ഇവിടെ പരിപാടി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത്. യൂണിറ്റ് നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. വർഗീയത പരത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമായുള്ള ദിനാചരണം തടയുമെന്ന് SFIയും KSUവും മുന്നറിയിപ്പ് നൽകിയിരുന്നു. സംസ്ഥാന സർക്കാരും പ്രതിപക്ഷവും ഒരുപോലെ ഗവർണർക്കെതിരെ രൂക്ഷമായ വിമർശനം ഉയർത്തി. 2021 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഓഗസ്റ്റ് 14 വിഭജന ഭീതി ദിനമായി ആചരിക്കാൻ ആഹ്വാനം നൽകിയത്. സംസ്ഥാനത്ത് അതിനുള്ള നിർദ്ദേശം വന്നത് ഈ വർഷം രാജ്ഭവനിൽ നിന്നായിരുന്നു. വിഭജന ദിനാചരണത്തിന് വൈസ് ചാൻസലർമാർക്ക് ചാൻസലർ കൂടിയായ ഗവർണർ നിർദ്ദേശം നൽകി. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരമാണിതെന്ന് രാജ്ഭവൻ വിശദീകരിക്കുകയും ചെയ്തു. എന്നാൽ ദിനാചരണത്തിനെതിരെ സംസ്ഥാനത്ത് ഭരണപ്രതിപക്ഷങ്ങൾ ഒറ്റക്കെട്ടായി രംഗത്തെത്തുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. KTU ഡിജിറ്റൽ സർവകലാശാലകളിലെ വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ടുള്ള സെർച്ച് കമ്മിറ്റിയിലേക്ക് 10 പേരടങ്ങിയ പട്ടിക സംസ്ഥാന സർക്കാർ തയ്യാറാക്കി. ഈ പട്ടിക സുപ്രീം കോടതിയിൽ ഇന്ന് നൽകിയേക്കും. സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുന്നതിനുള്ള പാനൽ ഗവർണറും സർക്കാരും നിർദ്ദേശിക്കണമെന്നാണ് കോടതി ഇന്നലെ ആവശ്യപ്പെട്ടത്. പാനൽ അംഗങ്ങളെ നിർദ്ദേശിക്കുന്നതിന് ഗവർണർ സമയം നീട്ടി ചോദിച്ചിട്ടുണ്ട്. കോടതി തിങ്കളാഴ്ച വരെ സമയം അനുവദിച്ചു. IITയിലെ വിദഗ്ധരടക്കം 20 പേരുകൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവരുടെ അനുവാദം കൂടി വാങ്ങിയതിനു ശേഷം അന്തിമ പട്ടിക ഗവർണർ തിങ്കളാഴ്ച സുപ്രീം കോടതിക്ക് നൽകും.